ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അനിഴം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് അനിഴം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ട് ഉത്തമം. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ അനിഴം നക്ഷത്രക്കാർക്ക് 2025 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ വിദേശ ജോലി ഉള്ളവർ അത് ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരികെ പോകാനുള്ള ചില സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തകൻ്റെ അകാല വിയോഗം നിങ്ങളുടെ മനസ്സിനെ ദുർബലപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഈ അനിഴം നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സന്താനങ്ങൾക്കൊക്കെ ജീവിതമാർഗം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ അനിഴം നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്കൊക്കെ ഗുണകരമായ സമയമാണ്. ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ട സാഹചര്യം കാണുന്നൊരു സമയമാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങൾ ജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നതിന് കഠിനമായിട്ട് പ്രയത്നിക്കേണ്ടതായിട്ടൊക്കെ വരുന്നതാണ്. ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിന് നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. എന്നാൽ ഊഹക്കച്ചവടത്തിലൊക്കെ വൻ നഷ്ടം സംഭവിക്കാനുള്ളത് കൊണ്ട് ഈ സമയത്തൊക്കെ ഷെയർ മാർക്കറ്റ് ബിസിനസ് പോലുള്ളവയൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വിഘ്നേശ്വര ഭഗവാനെ ധ്യാനിച്ചിട്ട് വേണം നിങ്ങൾ യാത്ര തുടങ്ങേണ്ടത്. അത് ഗുണകരമായി മാറും. അല്ല എങ്കിൽ അത് പോയ കാര്യം ഉദ്ദിഷ്ട കാര്യം നടക്കുകയില്ല. വസ്തു സംബന്ധമായിട്ടുള്ള ചില തർക്കങ്ങളൊക്കെ കുടുംബത്തിലുണ്ടായിട്ട് അത് കോടതിയിലെത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ അധ്വാന ഭാരത്താൽ നിങ്ങൾ ആരോഗ്യ പ്രശ്നമൊക്കെ വന്നുവിടാനുള്ള സാധ്യതയുണ്ട്. ഉറക്കക്കുറവ് ഉണ്ടാകുക, ഹൈപ്പർ ടെൻഷൻ മൂലം ഉണ്ടാകുന്ന ചില രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഈശ്വര ചിന്തയൊക്കെ വർദ്ധിക്കുന്നൊരു സമയമാണ്. ക്ഷേത്രകാര്യങ്ങളിലൊക്കെ ഒന്ന് മനസ്സിരുത്തുന്ന സമയമാണ്. നിങ്ങൾ സൽക്കർമ്മങ്ങൾക്കൊക്കെ വേണ്ടി പണം ചിലവഴിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ സഹപ്രവർത്തകരും സുഹൃത്തുക്കൾക്കും ആയിട്ട് ഒരു അകൽച്ച പാലിക്കുന്ന സമയമാണ്. ആശയവിനിമയത്തിൽ കാണിക്കുന്ന ചില അലസത പല തെറ്റിദ്ധാരണകൾക്കും വഴിയൊരുക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ കുടുംബത്തായിക്കോട്ടെ ജോലി സ്ഥലത്തായിക്കോട്ടെ മറ്റുള്ളവരുമായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അല്ല എങ്കിൽ അത് ഗുണത്തേക്കാൾ വളരെ ദോഷം ചെയ്യും. നിങ്ങൾ അറിയാണ്ട് ചെയ്യുന്ന തെറ്റിന് പോലും വലിയ വില നൽകേണ്ടി വരും. നിങ്ങളുടെ വരുമാനം മൊത്തത്തിൽ വർദ്ധിക്കുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കൊക്കെ ഉപരിപഠനത്തിനുള്ള യോഗം കാണുന്നുണ്ട്. പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ചവർക്കും പഠനം പുനരാരംഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ഗുരുസ്ഥാനികരെയൊക്കെ ആദരിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് നിങ്ങൾക്ക് ഈ സമയങ്ങൾ. നിങ്ങൾക്ക് അനുഭവ ഗുണം കൂടുതലായിട്ടുണ്ടാകുന്ന സമയം. ഏത് പ്രവൃത്തിയിലും കൃത്യമായിട്ടൊരു റിസൾട്ട്, ഗുണകരമായിട്ടൊരു റിസൾട്ട് നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുന്ന സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ധനം തക്ക സമയത്ത് ലഭിക്കാതെ വരുന്നത് മൂലം ഒരു നിരാശയോ സങ്കടമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കോളേജിൽ മനസ്സിന് ആഗ്രഹിച്ചിരുന്ന സീറ്റ് ലഭിക്കാനുള്ള സാഹചര്യം വരുന്നതാണ്. ഇഷ്ടപ്പെട്ട വിഷയത്തിൽ ചേരാനുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകുന്നതാണ്. അതിനുള്ള ഭാഗ്യമൊക്കെ ലഭിക്കുന്നതാണ്. പൊതുവെ ഗുണദോഷ സംബന്ധിച്ചതിൽ ചെറിയ ചെറിയ ദോഷഫലങ്ങളും കാണുന്നുണ്ട്. അതിൽ നിന്ന് മുക്തമാകാനും ഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനുമായിട്ട് നിങ്ങൾ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഒക്കെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കുന്നതും ഭഗവാന്റെ ചരണങ്ങൾ അഭയം പ്രാപിക്കുന്നതും ഭഗവാന് ചെറിയ ചെറിയ വഴിപാടൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യവിജയം സർവദോഷ ഫലങ്ങളും ഗുണകരമായി മാറിക്കിട്ടുന്നതാണ്. സർവദോഷ ഫലങ്ങളും മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഭഗവാനിൽ അഭയം പ്രാപിക്കുക, ഭഗവാൻ കാത്തോളും. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാ മാസത്തെയും വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റു മാസങ്ങളിലെ വീഡിയോകൾ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് വീണ്ടും കാണുന്നതിനായിട്ടൊക്കെ പ്ലേലിസ്റ്റിൽ കയറുക. അവിടെ ഞാനത് സേവ് ചെയ്തിട്ടുണ്ട്. അത് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.